ഹലോ, നമസ്കാരം ചുള്ളമാരെ. ഓർമ്മയുണ്ട് ഈ മുഖം? നിങ്ങൾ ലോവർ ഏർലിയിലുള്ള ഏർലി തിയേറ്റർ എന്ന് കേട്ടിട്ടുണ്ടാ? അവരുടെ പരിപാടി കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. അതാണ് പരിപാടി. ആ മിട്ട പൊട്ടി മേപ്പെട്ടേക്കാ പോണ പോലത്തെ പരിപാടിയല്ലേ. ആ ഫ്രഷ് ഫീൽ ക്ലോസ്, ആ ചിലിക്കോമ്പെ ഭാഗത്തുള്ള ചില ചുള്ളന്മാർ കണ്ടുപിടിച്ചൊരു ഏർപ്പാടാണിത്. പൊള്ളി പരിപാടിയാണ്, പോയി കണ്ടു നോക്ക്. ചുള്ളന്മാര് മാത്രല്ലട്ടാ, നല്ല ചുള്ളികളുണ്ട് പരിപാടിയില്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, കൊടുക്കണ സമയത്തിന് മുതലാണ് ആ പരിപാടി. അത് ഞാൻ ഗ്യാരണ്ടി. ഓർമ്മയുണ്ട എന്നെ? എന്താ മറന്നാ? കണ്ടില്ലേ ഇപ്പോഴും നിക്കണ ചുള്ളനായിട്ട്? അത് ഏർലി തിയേറ്റേഴ്സിന്റെ ഭാഗം നിന്നെന്റെ ഒരു പച്ചണി കാണുന്നത്, സോറി കളറണി കാണുന്നത്. അപ്പൊ ശരി, എല്ലാവർക്കും ഓണാശംസകൾ കേട്ടാ. കാണപ്പാ. കൊണ്ടോ? ഓ ശരി. നിങ്ങള് കംപ്ലൈന്റ് തന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു വരെയായിരുന്നു. സംഭവം ആളിത്തിരി പശുക. നേരെ നീങ്ങിക്കണേ, അവിടെ നീങ്ങിക്ക്. ഇവനല്ലേ ആള്? അതെ സാറേ, അവ ഇന്നുമുതലും തുടങ്ങിയതൊന്നുമല്ല ഈ പരിപാടി. ആദ്യം ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിരുന്നു ശല്യപ്പെടുത്തല്. അത് മോള് ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഈ കോളേജിൽ വെച്ചിട്ട്, അതേപോലെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ശല്യപ്പെടുത്തുന്നത്. എന്നെ കൊണ്ട് വയ്യ സാറേ, എങ്ങനെയെങ്കിലും സാർ ഇതൊന്നും നിർത്തി തരണം. ആ, മോള് പറ, എങ്ങനെയാ തുടക്കം? സാറേ, ഇവനെ സ്റ്റോക്ക് ചെയ്യാണ് സാറേ. എന്ത്? കൊറേ നാളായിട്ട് എന്നെ എല്ലാ സ്ഥലത്തും എപ്പോഴും സ്റ്റോക്ക് ചെയ്യും. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, നോണ പറയണേ സാറേ. അയ്യോ സാറേ, ഇവനെ സ്റ്റോക്ക് ചെയ്ത്. എനിക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല സാറേ, ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. അല്ല സാറേ, ശരിക്കും ഇവനെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. നോണ പറയേണ്ടത് ഈ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഒന്ന് നിർത്ത്. എന്താണ് ഈ സ്റ്റോക്ക്? അറിയില്ല മോളെ. ആ സ്റ്റോക്കിംഗ് എന്താണെന്ന് എസ് ഐ സാറിനൊന്ന് പറഞ്ഞു കൊടുക്കും. സാർ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ഇവനെ ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്റെ ഇൻസ്റ്റ ഐഡിന്ന് ഇവനെ ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് ഇവൻ വേറെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇടുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാം. അങ്ങനെ ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി എപ്പോഴും എന്നെ തന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതില്. എന്താണ് ഓള് പറയണത്? ശരിയല്ലേ സാറേ? ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, സത്യമായിട്ടും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ലവ് ആയിരുന്നു. നോണ പറയണേ? അല്ല 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 ഞങ്ങള് സിറ്റുവേഷൻഷിപ്പ് എന്നും പറഞ്ഞിട്ട് ആദ്യം തുടങ്ങി. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു സിറ്റുവേഷൻഷിപ്പ്. എപ്പോഴാ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ലവ് റിലേഷൻ ആയിരുന്നു. റിലേഷൻ തന്നെയാണ്. നിർത്ത്. എന്താ പറഞ്ഞ? സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ സാറേ. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാർ, അതായത് ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് പോലെ തന്നെ, പിന്നെ ലവ് ഉണ്ടാവും, പക്ഷെ എന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് എഴുതിക്കേ. ഒന്നും മനസ്സിലാവണില്ല പുതിയ ഭാഷ. പറഞ്ഞു കൊടുക്ക. ഇപ്പൊ പറഞ്ഞോക്കെ. സിറ്റുവേഷൻഷിപ്പ് എഴുതിക്കോ സാറേ. ലവ് സാറ് പറഞ്ഞതിന് മറുപടി പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. എഴുതിക്കണ്ട. ഈ സാറ് ഇവള് പറയണ നോണയൊക്കെ എഴുതി വെക്കണ്ടല്ല. ഇവളെന്നെ എന്നെ ബ്രെഡ് ക്രംപിങ് ചെയ്തിട്ടായിരിക്കണം. എന്റെ ബ്രെഡ് ക്രംപിങ് ചെയ്തവളാണ്. ചോദിക്കും സാറ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബ്രെഡ് കമ്പിങ് ഒന്നും ചെയ്തു. ഈ കുട്ടി എന്നെ ബ്രെഡ് കമ്പിങ് ചെയ്തിട്ടുണ്ട്. എന്നെ ബ്രെഡ് കമ്പിങ് ചെയ്ത് സാറേ. അവള് ഇല്ലാത്ത പറഞ്ഞിട്ടാക്കണേ. ഞാൻ സത്യമാണ് പറയണ സാറേ. ഞാൻ അവളെ എന്നെ ബ്രെഡ് ക്രംപ് ചെയ്തിട്ട് ഞാൻ സഹിച്ചാണ്. ബ്രെഡ് കമ്പിങ് ചെയ്തിട്ടില്ല സാറ്. എന്താ പോയത് സാറേ? സംഭവം എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അതിന്റെ ഒരു വൃത്തികേടാണ്. അതെ, ആ ബ്രെഡ് കമ്പിങ് എന്താണെന്ന് സാറിന് പറഞ്ഞു കൊടുക്ക്. സാറേ, ഈ ബ്രെഡ് ക്രംപിങ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ ലുക്ക് ചെയ്തിട്ട് എന്റെ ഹൃദയം പറിച്ചെടുത്തിട്ട് എന്നെ തേച്ചിട്ട് പോയി സാറേ. അതാണ് ബ്രെഡ് ക്രംപിങ്. എന്നാ പിന്നെ അവന്റെ അത് എഴുത്. തേപ്പിനാണ് ബ്രെഡ് കമ്പിങ് എന്ന് അറിയാം. ശരി. അപ്പൊ എന്താ കുട്ടി അങ്ങനെ ചെയ്ത്? സാർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാൻ ഇവനെ ബെഞ്ചിങ്ങിൽ നിർത്തിയേക്കുമായിരുന്നു. എന്താണ് ഈ ബെഞ്ചിങ്? സാറേ, ബെഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവനെങ്ങനെ ക്യൂല് നിർത്തിയേക്കുമായിരുന്നു. ക്യൂവോ? എന്തിന്റെ ക്യൂ? അത് എന്തിനാ മോളെ ക്യൂ നിർത്തിയേ? അച്ഛനപ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പറഞ്ഞു കൊടുക്ക്, അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക്. എന്താ അത് സാറേ? ഇപ്പൊ പിന്നെ നമുക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടെങ്കിലേ, ഇപ്പൊ ഒരാളെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട്
അതെന്തിനാ ഒരാളുള്ളപ്പോ സേഫ്റ്റിക്ക് വേറെ ആള്? അല്ല, ഈ ലവറെങ്ങാനും ബൈ ചാൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിക്ക് ഒരാളെ. ഓ, അപ്പൊ എപ്പോഴും ഒരു ലവർ വേണം, അതിനിങ്ങനെ സ്റ്റോക്ക് വെക്കണേനാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഞാൻ ബെഞ്ചിങ്ങില്. സാറേ, പക്ഷെ ഇവന് ക്വസ്റ്റ്യനിങ് ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എന്താ ആ, ഞാൻ ആ സമയത്ത് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആരായിട്ട് കുഷനിങ്? ആരായിട്ട്? ഞാൻ അറിഞ്ഞു, കുറെ പേരൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നിനക്ക് നെഞ്ചി കൈ വെച്ച് പറയാമോ കുഷനിങ് നടത്തിയെന്ന്? ഞാൻ കുഷനിങ് നടത്തിയിട്ടുണ്ടാ? എന്റെ ഉമ്മാണ സത്യം സാറേ, ഞാൻ കുഷനിങ് നടത്തിയിട്ടില്ല. അവള് പറയട്ടെ. ശ്രേയ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. ആ നീ ശ്രേയ പറയണ കേട്ടാ മതിയല്ല. എന്റെ ദില്ലിന് ഒരു വിലയില്ലല്ല. എന്റെ ദില്ല് എന്താ ഈ കുഷനിങ്? ഇതിന് കുറെ ലവേഴ്സ് ഉണ്ട് വേറെ. അപ്പൊ ഈ കുഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കാം. നീ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കണ്ടടാ? ഇല്ല സാറേ, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ കുഷനിങ് ഇല്ല. സാറേ, ഇതൊന്നും പോരാത്തതിന് ഇവൻ ഓർബിറ്റിങ്ങും ചെയ്യണ്ട്. ഞാൻ ഇതൊക്കെ അറിയുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണോ? ഇവിടെ എന്താണ് ഈ വോമിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കണത്? എന്താണ് ഓർബിറ്റിംഗ്? എന്താ സാർ, അതായത് ഇപ്പൊ എന്താ പറയാ, ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്നെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒക്കെ ഞാൻ അറിയാണ്ട് എന്നെ പറ്റി അന്വേഷിച്ച് എന്റെ കാര്യങ്ങളൊക്കെ തിരക്കി ഓർബിറ്റ് ചെയ്തെന്നാ ഞാൻ എന്തിനാ നിന്നെ ഓർബിറ്റ് ചെയ്യണ? സാറിന് അറിയോ, ഇവളെന്നെ ഗോസ്റ്റിംഗ് ചെയ്തിട്ട് സോംബിയും ചെയ്തിട്ടിരിക്കാണ്. ഞാൻ എന്തിനാ നിന്നെ ഗോസ്റ്റിംഗ് ചെയ്യണേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ. ഞാൻ എന്തിനാണ് ഞാൻ നിന്നെ ഗോസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നും. അങ്കിളിന്റെ മോളാന്ന് പറഞ്ഞിട്ട് അല്ല, വായെടുത്ത ഇവളെന്ന് ഉണേ പറയുള്ളൂ. അത് നീയാണോ ഓരോന്ന് പോലീസ് സ്റ്റേഷൻ ചെയ്തില്ലേ ഗോസ്റ്റിംഗ് ചെയ്തില്ലേ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഗോസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ തെളിവ് കൊടുക്കാല്ല. ഈ ഗോസ്റ്റിംഗ് സോംബിങ് എന്താണെന്ന് സാറിനൊന്ന് പറഞ്ഞു കൊടുക്കുക. സാറേ, ഈ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ നടന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ പ്രേതത്തിനെ പോലെ എന്നെ തേച്ചിട്ട് പോയി കളയുന്നത് ഗോസ്റ്റിംഗ്. സോംബിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ റിലേഷന് വേണ്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് എന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. രാത്രി ഔച്ചിന്നം വിട്ടിട്ട് പിന്നെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. അണ്ട് എനിക്ക് കുഷീനിങ് ആണ്, ഞാൻ അത് ചെയ്ത് ഓർബിറ്റ് ചെയ്തെന്നൊക്കെ പറയണു. സൈക്കോ സാറ്, എന്ത് വാക്കുകളാ അവള് പറയണ? സാർ, ഇവ എന്തൊക്കെ പറയണേ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇത് എന്തൊക്കെ വാക്കാടോ ഇത്? ഇതിലിപ്പോ ആരാ ശരി ആരാ തെറ്റുകാര് ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷനിലാണ്. അവളെന്നെ ഗോസ്റ്റിങ്ങും സാമ്പിങ്ങും ചെയ്തിട്ടേ അവള് എനിക്കൊരു പരാതി കൊടുത്തേക്കാണ്. പിന്നെ വിളിക്കാം. 3 കൂതറ മില്യൻസിന്റെ ഇടയിലാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുസിനിങ്, ബെഞ്ചിങ്, സോംബിങ്, പിന്നെന്തോടാ ഓർബിറ്റിംഗ്, ഗോസ്റ്റിംഗ്, ഓരോരോ ഭാഷകള്. മേലന്മാര് ഭാഷയും പറഞ്ഞിട്ട് പ്രേമം കേമെന്ന് പറഞ്ഞ് നടന്നുണ്ടല്ലോ, മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. സാറേ, അത് ഞങ്ങളുടെ ജെൻസിയുടെ റൂൾസിലുള്ളതാണ്. ഒന്നും ഉണ്ടായിരിക്കണ. മോൾക്ക് ഇവനോട് താല്പര്യം ഉണ്ടോ? എനിക്കൊരു താല്പര്യമില്ല. പറഞ്ഞു കേട്ടില്ലേ, ഒരു താല്പര്യം ഇല്ലെന്ന്. ഇനി ഇതുമാതിരി പല ഭാഷയായിട്ട് അവിടെ പിന്നാലെ നടക്കരുത്. മോൾ അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് നന്നായി പഠിക്കുക, എന്നിട്ടൊരു ജോലി മേടിക്കുക, എന്നിട്ടൊരു ചെയർ സമ്പാദിക്കുക. അല്ലാണ്ട് ഈ ബെഞ്ചിക്കൊന്നും വേണ്ട, മനസ്സിലായ? എന്നാ പോവാ നോക്ക്. ശരി ശരി, അങ്ങളെ അത് മര്യാദ. എങ്ങോട്ടാ നോക്കണേ? സാറിനോട് പറഞ്ഞില്ലേ എന്നെ ഓളം പിന്നാലെ പോണ്ടാന്ന്? എന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടാ. ഇതൊക്കെ വെറും ക്രിഞ്ചാണ് ട്ടോ സാറേ. അല്ല, ഇതുപോലത്തെ വേറൊരു കേസ് കൂടി ഉണ്ടായിരുന്നല്ലോ ബാക്ക്ഷയർ മെലഡീസ് ടീമിന്റെ. ഉവ്വ് സാറേ, ഒരു പാലക്കാട് ബിജോയ്. ആഹാ, വിളിക്കാമന്നെ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. ആരാ ഈ കേസ് തന്നത്? ഒരു പന്തളം ലൈബു, പിന്നെ ഒരു കൊല്ലം പ്രതീക്. താനൊക്കെ ആ ബർക്ക്ഷയർ മെലഡീസ് പിള്ളേരെ എന്താടാ ചെയ്തത്? ഒന്നുമില്ല സാറേ, ഞാൻ കാല് പിടിച്ചിട്ട് അവരെനിക്ക് പാടാൻ ചാൻസ് തന്നില്ല സാറേ.
അതുകൊണ്ട് ഞാൻ അവരെ ക്ലൗഡ് ചേസിങ് ചെയ്തു നോക്കി. ക്ലൗഡ് ചേസിങ്. ക്ലൗഡ് ചേസിങ് ഏറ്റില്ലാന്ന് തോന്നിയപ്പോ റേജ് പോസ്റ്റിംഗ് ചെയ്തു. റേജ് പോസ്റ്റിംഗ് അങ്ങ് ഫലിച്ചില്ല സാറേ. പിന്നെ ഞാൻ ടോക്സിക് ത്രെഡ് അങ്ങ് ഡംപ് ചെയ്തു നോക്കി. അതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല സാറേ. ഞാൻ ഈ ജെൻസിയെ കൊണ്ട് തോറ്റു. ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട്.